നിന്റെ പെണ്ണ് മേരെയാണെന്ന് ദൈവം പണ്ടേ കുറിച്ചിട്ടിരുന്നു. അമ്മേ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അമ്മ ഇപ്പം മരുന്നും കഴിച്ച് വിശ്രമിക്കേ. വിശ്രമിക്കാനോ? എന്റെ മനസ്സ് അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മോളെ. നന്ദനോട് അമ്മ എന്താ പറയുന്നത് കേട്ടു? ഏയ്, ഡോക്ടറെ കാണുന്ന കാര്യം പറഞ്ഞതാ. നീ വീട്ടിൽ പൊയ്ക്കോടാ. ദേവിക്ക് നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. നീ പൊയ്ക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ. പിന്നെ മുരളിയുണ്ട്. വേണ്ട, നന്ദൻ ഇവിടെ നിൽക്കട്ടെ. നീ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വന്നാ മതി. അല്ലമ്മേ, അവൻ പോട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ച് ദേവിയോട് അച്ഛനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരട്ടെ. പിന്നീട് ഞാൻ പോവാം. ഞാൻ പോയിട്ട് രാമേ. വേണ്ട, നന്ദൻ കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ. നന്ദൻ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ മതി. അല്ലമ്മേ, എനിക്ക് പോണം. പോയേ പറ്റൂ. ചേച്ചി, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സും മറ്റുമെല്ലാം ഡ്രൈവറെ കൊടുത്തു വിടാം. ഞാൻ പോയിട്ട് നന്ദ, നന്ദ. അവൻ വേഗം വരും. അമ്മ വിഷമിക്കാതെ, ഞാൻ കൂടെയില്ലേ. എടാ, നീ എവിടെ പോയതാ? എടാ, നമ്മുടെ സ്റ്റാൻഡിൽ ഓടുന്ന ഷിബുവിന്റെ ഓട്ടോ ആക്സിഡന്റ് ആയിട്ട് ഇവിടെയാ കൊണ്ടുവന്നത്. ഒന്ന് പോയി നോക്കിയതാ. നിസാര പരിക്കേ ഉള്ളൂ. വാ, നമുക്ക് വാ. ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. എടാ, അല്ല, ആന്റിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മളിപ്പോ പോയാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേച്ചി നോക്കിക്കോളാന്ന് പറഞ്ഞു. വീട്ടില് ദേവി അച്ഛനൊക്കെ പേടിച്ചിരിക്കുക. അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നീ വാ. നീ എന്താ വല്ലാതിരിക്കുന്നെ? എന്താടാ കാര്യം? എന്താ? അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അകത്തു പോയത്. പക്ഷേ ഒരു തർക്കത്തിലൊക്കെ കാര്യങ്ങൾ അവസാനിച്ചത്. എന്ത് ബുദ്ധിമോശ നീ കാണിച്ചത്? ആന്റി ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണോ തർക്കവും ബഹളവും ഒക്കെ? വലിയ ബഹളമൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസം. എന്നാലും വേണ്ടായിരുന്നു. അമ്മയായിട്ട് തുടങ്ങിയത്. ഞാൻ ദേവിയെ പറഞ്ഞു വിട്ടിട്ട് മീരെ വിവാഹം കഴിക്കണമെന്ന്. ഒരസുഖം വന്ന് ആശുപത്രിയിലാവുമ്പോ മറ്റുള്ളവരോട് പലതും ക്ഷമിക്കണം, സ്നേഹം കാണിക്കണം. അങ്ങനല്ലേ വേണ്ടത്? അസുഖകാരിയായിട്ടല്ല, പഴയ പ്രഭാവതിയായിട്ടാ അമ്മ അകത്ത് കിടക്കുന്നത്. ക്ഷീണമുണ്ട്, പക്ഷെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. ആന്റി മനസ്സിൽ ആഗ്രഹിച്ചത് നടന്നില്ല. പിന്നെ അതിന്റെ ഒരു ദേഷ്യവും വിഷമവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എടാ, അമ്മയല്ലേ, പോട്ടെ. എന്തൊക്കെയായാലും അമ്മയല്ലേന്ന് കരുതി തന്നെയാ ഇത്രയും കാലം ക്ഷമിച്ചു നിന്നേ. ആ സ്നേഹവും ബഹുമാനവും ഞാൻ കാണിച്ചു. ഇപ്പോഴും അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ മോനല്ലേ, അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്തെ? ഇപ്പൊ തന്നെ ചേച്ചിയെ നിർബന്ധിച്ചത് വീട്ടിൽ പോവാൻ. ദേവിക്കൊരാശ്വാസത്തിനാ എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവുമായി ജീവിതം തുടങ്ങിയ ദിവസം വീട്ടിലൊരാൾ ആശുപത്രിയിലാവുന്ന വെച്ചാ ഏതൊരു പെണ്ണിനും വിഷമം ഉണ്ടാക്കും. വന്നു കയറിയ പെണ്ണിന്റെ ദോഷം കൊണ്ടാ അമ്മായിമ്മ ആശുപത്രിയിലായെന്നൊക്കെ അറിഞ്ഞവർ പറഞ്ഞു തുടങ്ങും. എടാ, ദേവി ആകെ പേടിച്ചിരിക്കായിരിക്കും. ചേച്ചി എന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ അമ്മ പോണ്ടെന്ന് പറഞ്ഞ് തടയുക. എന്നാ നീ ഇപ്പൊ പോണ്ട. നീ അടുത്തുള്ളത് ആന്റിക്കൊരു ബലമായിരിക്കും. അതിനൊന്നുമല്ല, ദേവിയിൽ നിന്നും എന്നെ അകറ്റി നിർത്തണം. അതിനുവേണ്ടിയാ.
അമ്മയുടെ മോനല്ല ഞാൻ. എല്ലാം എനിക്ക് മനസ്സിലാവും. പിന്നെ അമ്മയ്ക്ക് ബലത്തിന് മറ്റാരും കൂട്ടുവേണ്ട. അമ്മ മാത്രം മതി. നമുക്ക് പോട്ടെ.